നഗരമായാലും നാട്ടിപ്പുറമായാലും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമിക്കാൻ ആൺപിള്ളേർ വരും. പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും പ്രേമം തോന്നും. ഒരുമിച്ച് ജീവിക്കാന്ന് സ്വപ്നവും കാണും. അതൊക്കെ വളരെ സ്വാഭാവികം എന്ന് കരുതി ആ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ വീട്ടുകാർക്ക് കഴിയുമോ? അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ബന്ധുക്കൾക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഭാവിയാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ അവള് കാണുന്ന സ്വപ്നങ്ങളല്ല. വിദ്യയുടെ മോളും അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടു. അതറിഞ്ഞപ്പോ അവരുടെ കാരണന്മാരായ വലിയ അളിയനും രഘുവരനും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത്. വിദ്യാഭാരതിയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ അവരുടെ കൂടെ നിന്നു. എന്റെ മോളല്ലെങ്കിലും എന്റെ ഭാര്യയുടെ മോളല്ലേ നന്ദന. എനിക്കെന്റെ കടമ മറക്കാൻ പാടുണ്ടോ അമ്മായി? എന്നിട്ട് ഈ വിവരങ്ങൾ അത്രയും ഞാനറിയാതെ മറച്ചു വെച്ചത് എന്തിനായിരുന്നു? അവള് ഒരു താടിക്കാരൻ ചെക്കനെ പ്രേമിച്ചു എന്നല്ലാതെ അമ്മായി ഇതെങ്ങോട്ട് നോക്കിയേ, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഹോട്ടലിൽ മുറിയെടുത്ത് മിനിറ്റുകൾക്കകം പോലീസിനെയും കൊണ്ട് ഞങ്ങൾ അങ്ങെത്തിയില്ലേ. പിന്നെ നന്ദന കണ്ണ് ചിമ്മി തുറക്കുന്നതേ കതിർ മണ്ഡപത്തില്. നമ്മുടെ കൊച്ചിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചില നമ്പറുകളൊക്കെ കാണിച്ചു, പോലീസ് സഹായിച്ചു. അതെ, ആരും ചെയ്യും. പെൺകുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. ആ സംഭവങ്ങളെല്ലാം അതോടെ അവസാനിച്ചു, മാച്ചാ കളഞ്ഞു. പ്രായത്തിന്റെ ഒരു ചാബല്യാന്ന് വിചാരിച്ചാ മതി എന്റെ അമ്മായി. അമ്മായി, ഇന്ന് നന്ദന ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ഉദയന്റെ ഭാര്യ. അതങ്ങോട്ട് ഓർത്താ മതി. എന്നാലേ അന്നത്തെ ആ ചാബല്യത്തിന്റെ ഭാഗമായിരുന്ന പയ്യൻ ഇന്ന് ഈ തൃശ്ശൂരുണ്ട്. തൃശ്ശൂരോ? ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് പോലും. അവൻ നന്ദനെ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ നന്ദന തന്നെ പറഞ്ഞതാ, യാദൃശ്ചികമായി കണ്ടതെന്നാണ് അവള് പറഞ്ഞത്. ആയിരിക്കാനാണ് സാധ്യത. അത് നമുക്ക് അന്വേഷിക്കാം. ഇനി അവന് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിലേ ആംബുലൻസിലായിരിക്കും ചെക്കൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോവുക. അപ്പോഴും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. തമ്മിൽ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച 2 പേരായിട്ട് അവരിപ്പോഴും നിൽക്കുവാണ്. വേണ്ടി വന്ന ഉദയനുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ചു പോകാനും തയ്യാറാണ് നന്ദന. ഞാൻ പറഞ്ഞാ മതിയത്രേ. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നാണ് ഉദയന്റെ ഭാവം. കുന്നത്തൂർ കോവിലകത്ത് ഒരാൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടിയാ ഞാൻ ഉദയനെ പിടിച്ച് കെട്ടിച്ചത്. എന്നിട്ടിപ്പോ കേൾക്കുന്നതാവട്ടെ, അവന് കല്യാണത്തിന് മുമ്പേ മറ്റൊരു പെണ്ണുണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും. ഇത്തരം കേട്ടുകേൾവികളൊന്നും അമ്പായി മുഖവിലേക്ക് എടുക്കണ്ട. ഉദയം പറഞ്ഞാലും നന്ദന പറഞ്ഞാലും അതേപടിയൊന്നും വിശ്വസിക്കണ്ട. ഉദയന്റെ സെറ്റപ്പിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് സത്യം കണ്ടെത്താം, പോരെ? കുന്നത്തൂരിൽ അടുത്ത തലമുറയിലേക്ക് ഒരു ആന്തരി വേണമെന്ന കാര്യം അതും നടക്കും അമ്മായി. പ്രതാപൻ വെറും വാക്ക് പറയാതെ. വെറും വാക്കല്ല. മഴക്കാറുണ്ടായെങ്കിലേ മഴ പെയ്യൂ, മിന്നലുണ്ടായെങ്കിലേ ഇടിമുഴക്കം കേൾക്കൂ. ഇപ്പോഴത്തെ മൂടിക്കെട്ടലേ ശുഭസൂചനയായിട്ട് അമ്മായി കാണണം. ഉദയനും നന്ദനയും തമ്മില് ഇണക്കമില്ലെങ്കിലും അമ്മായി പിണക്കമില്ലല്ലോ. ഉള്ളതേ ചെറിയൊരു സൗന്ദര്യപ്പണക്ക. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. എന്ന് വെച്ചാൽ അവരുടെ ദാമ്പത്യ ബന്ധം ഉറപ്പുള്ളതാക്കാമെന്ന്. ഈ ഓണം അങ്ങനെ അങ്ങോട്ട് കടന്നു പോയി. അടുത്ത കൊല്ലത്തെ ഓണത്തിന് അമ്മായി ആശുപത്രിയിലായിരിക്കും. ഞാനോ? മരുമകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് അമ്മായി. കാർത്തിക ഇനിയും പെൺകുട്ടിയെ പ്രസവിക്കും എന്നതല്ല കേസ്. നന്ദന ആൺകുട്ടിയെ പ്രസവിക്കാനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കും നെക്സ്റ്റ് ഓണത്തിന്.
ഉദയന്റെ തനി ചായയുള്ള ചിമിട്ടൻ ഒരു ചെക്കൻ. വേണമെങ്കിലേ അവനെ നമുക്ക് നവോദയൻ എന്ന് പേരിട്ടാലോ? പ്രതാപാനന്ദനെ പ്രസവിച്ചു. മോനാണെന്ന് അമ്മായി ആയിരിക്കണം ആദ്യം എന്നെ വിളിച്ചറിയിക്കണത്. അതെ, ഈ പ്രതാപന്റെ ഒരു ആശയ, എന്റെ ഒരു വാശിയാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. നടക്കും അമ്പായി. അമ്പായി അമ്പായി കടുപ്പത്തിൽ ചായ എടുത്തേ. ചെറിയ കാര്യത്തിന് കുട്ടികളെ മാതിരി ടെൻഷൻ അടിച്ചാലോ? ചെല്ലമ്മായി. ഓ ഓ അത് എന്ത് അതിക്രമോദയ നീ കാണിച്ചത്? നന്ദനയ്ക്ക് എന്തുവാവാം? ആരോടും കടപ്പാടും ആത്മാർത്ഥതയും ഇല്ലാത്ത പെണ്ണ. അതുപോലാണോ നീ? അമ്മായിയെ മറന്നിട്ട് ഒരു ജീവിതം ഉണ്ടോ ഉദയന്? എന്നിട്ടോ സകല സസ്പെൻസ് പൊളിച്ചിട്ട് ഇതാ നിൽക്കണു. യതീന്ദ്രൻ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ എന്റെ വസുന്ധരമായി ക്ഷമിച്ചോളും. കാരണം ഇളയ പുത്രന് അവരത്രയേ മാർക്കിട്ടിട്ടുള്ളൂ. പക്ഷേ ഉദയനെ കുറിച്ചുള്ള ഇമേജ് വേറെയാ. ഇത്രയും നാളും നീയും നന്ദനയും കബളിപ്പിക്കുകയായിരുന്നു എന്ന് കേട്ട നിമിഷത്തിൽ അവര് തല ചുറ്റി വീഴാതിരുന്നത് ഭാഗ്യം. അത്ര പ്രതീക്ഷയിലായിരുന്നു ഉദയ എന്റെ അമ്മായി. ഇപ്പോഴെങ്കിലും അമ്മയെ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് നന്നായി എന്ന് വിചാരിച്ചൂടെ? ഓ, ഇപ്പൊ അങ്ങനെയായോ വ്യാഖ്യാനം? ഈ പറഞ്ഞ സതുദ്ദേശമൊന്നും നിങ്ങൾക്കില്ലായിരുന്നു. പറ്റിപ്പോയി. ഏതോ ഒരു നിമിഷത്തിൽ എല്ലാം അങ്ങോട്ട് ഓപ്പണായി. അതാ ഉണ്ടായത്. അല്ലെങ്കിൽ അല്ലാന്ന് പറ. പ്രതാപേട്ടൻ നന്ദനായിട്ട് സംസാരിച്ചിട്ടാണോ വരുന്നത്? ഞാനോ നന്ദനിയായിട്ടോ? ഞാനേ പട്ടീനെ ഒന്നും വളർത്തണില്ല. അല്ലെങ്കിലേ അതിനെ വിട്ടേനെ അവളോട് സംസാരിക്കാൻ. അങ്ങനെ ഉദയൻ പ്രതാപേട്ടനാണെന്നിരിക്കണത് കൊള്ളാം. മനസ്സിലൊരു സംഭവം ഉദയൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം. നീ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യം, അമ്മായിയുടെ നിരന്തരമായ പ്രേരണയെ തുടർന്ന് ഞാനൊരു പ്രപ്പോസലുമായിട്ട് വന്നു. വധുനന്ദന. കല്യാണമെന്ന് കേട്ടപ്പോഴേ നീ ഇഞ്ചി കടിച്ച കൊരങ്ങന്റെ കണക്ക് 2 ചാട്ടം ചാടി. ഞാൻ വിടാതെ പിന്നീ കൂടി. എന്നിട്ടും ആലോചനയുടെ മുമ്പിലേ വെള്ളം കണ്ട കുതിരയെ പോലെ പിന്മാറി നിന്നതേ ഉള്ളൂ ഉദയൻ. ഒടുവിൽ ഇതേ ഡാം സൈറ്റിൽ വെച്ച് നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലാണ് ഉദയൻ എസ് മൂളിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു വൈകുന്നേരമായിരുന്നു. അമ്മായിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നന്ദനയെ കല്യാണം കഴിക്കുന്നതെന്ന് ഉദയൻ ഒരു നമ്പരിട്ടു. ഒരഭിനയം. അഭിനയം? മനസ്സിലായില്ല. അതെ, അഭിനയം തന്നെ. അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി മകൻ ചെയ്യുന്ന ഒരു ദൗത്യം, ഒരു ത്യാഗം. എല്ലാവരും അത് വിശ്വസിച്ചു, ഒരാളൊഴികെ. ആ ഒരാൾ ആരാ? ഞാൻ. വാസ്തവത്തിൽ ഉദയൻ നന്ദനയെ കെട്ടാമെന്ന് പറഞ്ഞത് ഞാനൊരു ഓഫർ വെച്ചപ്പോഴാ. മനസ്സിലുള്ള പരീക്ഷണ നാടകത്തിന്റെ അവതരണത്തിന് ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കല്യാണം കഴിച്ചാലേ അനിയ ഉദയ നീ ആ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ അതൊരു ചൂണ്ടയായിരുന്നു? സംശയം എന്താ? ആയിരുന്നൂലോ. അങ്ങനെ ഒരു വാഗ്ദാനം പ്രതാപേട്ടൻ നടത്തി. ഞാനത് നിഷേധിച്ചതുമില്ല. എന്നാ പിന്നീട് സംഭവിച്ചതോ? ഇത്രയും നാളായിട്ട് ആ തുകയെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. നന്ദനയ്ക്ക് സേതുലക്ഷ്മിയുടെ ഷെയറായിട്ട് എന്തൊക്കെയാ കിട്ടാനുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിന് പിന്നാലെ പോയതുമില്ല. എന്തുകൊണ്ട്? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് പോയില്ല? ഉത്തരം വളരെ സിമ്പിൾ. ഉദയൻ അമ്മായിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, നന്ദനയോട് തീരെയില്ല. വെറുതെ വാ പറയുന്നതല്ലാതെ നാടകത്തിനോടും ഇല്ല യാതൊരു കമ്മിറ്റ്മെന്റും. സ്ത്രീധനം വാങ്ങി ചെലവാക്കിക്കൊണ്ടല്ല നാടകത്തിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്. പിന്നെ എന്തിനാ കൂവേ അന്ന് വേലി കഴിക്കാമെന്ന് തലയാട്ടിയത്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി.
ആ ദുർബല നിമിഷത്തെ ബലപ്പെടുത്തണമായിരുന്നു. അതാ മിടുക്ക്. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടമിട്ട് ഉടയ്ക്കാം. അതാവുമ്പോ പഴഞ്ചൊല്ലിന് തകരാറ് വരില്ലല്ലോ. നമ്മുടെ കാര്യവും നടക്കും. നിന്റെ കാര്യത്തിലോ ഒരു നേരം പോലും വെള്ളം കോരാതെ ദേ അമ്മായിരം മുമ്പിൽ കൊട ഇട്ട് ഉടച്ചിരിക്കണ്. ബ്ലണ്ടറാ കൂട്ടാ നീ ചെയ്യണ, മുഴുവൻ ബ്ലണ്ടറാ. കുന്നത്തൂരിന്ന് പെട്ടിയെടുത്ത് ഇറങ്ങാമെന്ന് ഭാര്യ, എങ്കിൽ അഡ്വാൻസ് ആയി ടാറ്റ പറഞ്ഞിരിക്കുന്നു എന്ന് ഭർത്താവ്. മടുത്തു, അതുകൊണ്ടാ. കളത്തിന് പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവർക്ക് എന്തു ആവാം. ദാമ്പത്യ ജീവിതം മടുത്തെങ്കിലേ ആ മടുപ്പിന്ന് കരകയറാനാണ് നോക്കേണ്ടത്. അല്ലെങ്കിലേ കാര്യങ്ങൾ കൂടുതൽ ബോറാവും. ഉദയൻ കല്യാണം കഴിച്ചു, ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചു. നേട്ടത്തിന്റെ കോളത്തിൽ എന്താ ഉള്ളത്? സന്തോഷോ സമാധാനോ കിട്ടിയോ? ഇല്ല. 10 പുത്തൻ കൈ തടഞ്ഞോ? ഇല്ല. വളർത്തി വലുതാക്കാൻ ഒരു കുട്ടി ഉണ്ടായോ? അതുമില്ല. ഒടുവി ഭാര്യ എവിടെ നിൽക്കുന്നു? ആ പിന്നെ എന്തിനാ കെട്ടിയത്? ആ എന്തോ നാടാ ഉദയ ഇത്. ദേ ചേട്ടനിനി പറയണത് നീ ശ്രദ്ധിച്ച് കേക്കണം. നാന്ദി മുതൽ ഭരതവാക്യം വരെയാണല്ലോ നാടകത്തിന്റെ അവതരണ സങ്കേതങ്ങൾ. യവനിക ഉയർന്ന് നാടകം കംപ്ലീറ്റ് കഴിഞ്ഞ് യവനിക താഴുന്നത് വരെയുള്ള സമയം. അതിനിടയ്ക്ക് വെച്ച് രസച്ചരട് പൊട്ടിയാൽ നാടകാവതരണത്തിന്റെ കഥ അങ്ങ് കഴിയും. ക്ലൈമാക്സ് വരെ സസ്പെൻസ് നിലനിർത്തണം. അക്കാര്യത്തിൽ ഉദയൻ ഇപ്പോൾ ഒരു പാളിച്ച പറ്റിയിരിക്കുക. ഇന്റർവെല്ലിന് മുമ്പ് സസ്പെൻസ് വെളിപ്പെടുത്തിയാൽ ബാക്കി നാടകം കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? പക്ഷെ തിരുത്താം. ഉദയൻ വിചാരിച്ചാൽ തിരുത്താമെന്ന്. നോക്ക്, അടുത്ത ഓണാവുമ്പോഴേക്കും നന്ദൻ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുമെന്ന് അമ്മായിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. കുന്നത്തൂര് പോയി അമ്മായിനെ കണ്ടിട്ട് വരികയാടോ ഞാൻ. അമ്മായിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അതൊരാവശ്യ. ഉദയനും നന്ദനയ്ക്കും നല്ലൊരാൺകുഞ്ഞ്. വാക്ക് കൊടുക്കാനേ എനിക്ക് പറ്റൂ. ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിട്ട് ഉദയന്റേതാണ്. അവളെ ഹരിപ്രസാദിനെ വീണ്ടും കണ്ടു എന്നൊക്കെ കേട്ടു. അതുകൂടി മനസ്സിൽ കുറിക്കണം. കിട്ടിയ സമയം കൊണ്ട് ഞാനൊരു അന്വേഷണം നടത്തി. ബൈക്കിന് കുറുകെ നായ ചാടി ആക്സിഡന്റ് ആയി കിടപ്പിലാണത്രേ അവൻ. ദേ നിന്റെ വണ്ടിക്ക് മുമ്പിലേ ഹരിപ്രസാദ് കുറുകെ ചാടാൻ ഇടവരരുത്. അതിനുള്ള പോംവഴി കൂടിയാ ഞാൻ പറഞ്ഞത്. പ്രതാപേട്ടന്റെ കണക്കൂട്ടലുകൾ കൊള്ളാം, പ്ലാനിങ് നന്നായിട്ടുണ്ട്. അതാണ്. പക്ഷേ ആരെങ്കിലും ഭയന്നിട്ടോ അതല്ല അമ്മയെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്റെ കണക്കൂട്ടലുകൾ മാറ്റി എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ ഞാനല്ലാതായി തീരും. ഉദയനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എനിക്കങ്ങനെ പറ്റൂ. പട്ടീര വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല. ചിലപ്പോ ആ കുഴല് വളഞ്ഞെന്നിരിക്കും. സ്വന്തം കാര്യത്തിലാ ആ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ യോജിക്കുക. ഇവന്റെ കയ്യിലൂടെ നന്ദനയുടെ മുതല് എന്റെ കയ്യിൽ വന്ന് ചേരില്ലെന്നാണ്. നോക്കാം. അമ്മ ഇന്നലെ വിളിച്ച വിവരം ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് വരായിരുന്നു പ്രതാപേട്ടന്. അങ്ങനെയായിരുന്നെങ്കിൽ ഓഫീസിൽ വരാതെ ഞാൻ വീട്ടിൽ തന്നെ തങ്ങുമായിരുന്നു. ഞാനേ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാ കാർത്തികേ. അമ്മായിയുടെ വിളി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി റോങ് ആണ്. വീട്ടിൽ വന്നപ്പോഴല്ലേ അറിഞ്ഞത് എവറിത്തിങ് റോങ് ആണ്. പിന്നെ കാർത്തികയെ വിളിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുൻവിധികളില്ലാതെ അമ്മായിയിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ അറിയണമായിരുന്നു. തന്നെയുമല്ല,
കാർത്തിക വീട്ടിലുണ്ടെങ്കിൽ തള്ള പലതും തുറന്നു പറയത്തില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കും. അത് ശരിയാ. ആ, അതാണ് ശരി. എന്തായാലും ഒരു കാര്യമുണ്ട് പ്രതാപേട്ട. കാർത്തിക പറയും. കാര്യങ്ങൾ ഇത്രയും കുഴപ്പത്തിന്റെ വക്കത്ത് കൊണ്ടെത്തിക്കുന്നതിൽ ഞാൻ എന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അണിയറ നാടകങ്ങളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കൃത്യമായി അമ്മയുടെ ചെവിയിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. കാർത്തിക വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? ഹരിപ്രസാദിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാനൊരു ഡിറ്റക്റ്റീവിനെ വരെ വെച്ചു. വെരി ഗുഡ്, മിടുക്കി. ആ, എന്നിട്ട് പ്രതാപേട്ടനോട് അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മായി ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. കാർത്തികയുടെ മദറിനിലേക്ക് ഒരു സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് വരികയാണ് ഞാൻ. എരുതിയിലേക്ക് സാമാന്യം നന്നായി എണ്ണ പകർന്നിട്ടുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ആണോ? പിന്നെ കുന്നത്തൂരിപ്പോ പുകഞ്ഞു നിൽക്കുന്നത് ആരായാലും അവരെ പുറത്താക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഞാൻ. നന്ദനയാണെങ്കിൽ അവൾ ഔട്ട്, ഉദയനാണെങ്കിൽ അവനും ഔട്ട്. അമ്മ ഇത് സമ്മതിച്ചോ? സമ്മതിപ്പിക്കുമല്ലോ ഞാൻ. അതെ, അതിനുള്ള എല്ലാ നമ്പറുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. കാർത്തികയും യതീന്ദ്രനും ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസുകൾ വരാൻ പോവുക. അത് പറയാൻ വേണ്ടിയാ കാർത്തികയെ ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചിറക്കിയത്. എന്താ പ്രതാപേട്ട? കാർത്തിക തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? എത്രയോ തവണ. വെടിക്കെട്ട് അവസാനിക്കുമ്പോ ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. അതെ, അണ്ട കടാൻ കിടുങ്ങും. ലാസ്റ്റ് ഒരു ഇടിവെട്ട്, പിന്നെ എല്ലാം ശാന്തം. അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചില് കുന്നത്തൂര് നടക്കും മോളെ. അഥവാ നടന്നില്ലെങ്കിൽ അതിനുള്ള പണികൾ കാർത്തിക ചെയ്യണം. അതിനാവശ്യമായ വെടിമരുന്നും തിരികളുമൊക്കെ സ്റ്റോക്ക് ചെയ്തോളണം. അപ്പോഴെന്ത് സംഭവിക്കും? അമ്മായിയുടെയും നന്ദനയുടെയും ശ്രദ്ധ ബിസിനസ്സിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിലേക്ക് തിരിയും. ബാക്കി ഞാൻ പറയണോ? വേണ്ട, മനസ്സിലായി. വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കണം. എത്രമാത്രം വാരാമോ ബിസിനസ്സിൽ നിന്ന് അത്രമാത്രം വാരിയെടുക്കണം. വീട്ടിലഹള കഴിഞ്ഞ് എല്ലാം കലങ്ങി തെളിയുമ്പോഴേക്കും മുഴുവൻ ബിസിനസിന്റെയും നിയന്ത്രണം കാർത്തികയുടെ കയ്യിലായിരിക്കണം. എല്ലാം കലങ്ങി തെളിയുമ്പോഴേക്കും മുഴുവൻ ബിസിനസിന്റെയും നിയന്ത്രണം കാർത്തികയുടെ കയ്യിലായിരിക്കണം. പിടിച്ചെടുക്കണം. എങ്ങനെ ഞാൻ നേടിയെടുക്കും പ്രതാപേട്ട? ഈ ഇച്ഛാശക്തി മതി, എല്ലാം ഓക്കെ ആവും. എന്തായാലും പ്രതാപേട്ടനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. താങ്ക് യു. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് മാത്രം പോരല്ലോ കാർത്തിക മോളെ. നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടത്തിന്റെ നല്ലൊരു പങ്ക് എനിക്ക് തരാമെന്നാണ് വാക്ക്. ഇതുവരെ വാക്കേ ഉള്ളൂ. കാര്യമായ നേട്ടമൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ പ്രതാപേട്ട. ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. സമയമാകുമ്പോൾ ഞാൻ ഇടപെടും. ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങളിൽ തീരെ താല്പര്യമില്ല ചേട്ടന്. അടിക്കുമ്പോ നല്ല പ്രൈസ് തന്നെ അടിക്കണം. ഞാനേ വെയിറ്റ് ചെയ്യാം. എനിക്ക് യാതൊരു ധൃതിയില്ല. അപ്പൊ മറക്കണ്ട, കാര്യങ്ങൾ അങ്ങ് നടക്കട്ടെ. അണിയറയിൽ കാർത്തിക വളരെ വളരെ സജീവമായിരിക്കണം. നന്ദനയുടെ പിന്നാലെയായിരിക്കണം ഒരു കണ്ണ്. എന്നാ ശരി, ഡേക്കൂട്ടം വണ്ടി എടുക്കടാ. എന്താ നിനക്കൊരു അമാന്തം? പെട്ടെന്നായിക്കോട്ടെ. അപ്പൊ കാർത്തികേ, ടാറ്റാ.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കെ സജീവ്. നന്ദന മാഡത്തിന് സുഖമില്ലേ? ആകെ ഒരു ഗ്ലോമി ആയിരിക്കുന്ന പോലെ തോന്നുന്നു. ഏയ്, ഐ എം ഓൾ റൈറ്റ്. സജീവിന് വെറുതെ തോന്നിയതാ. ചെന്നൈയിലെ പഴയ തിരുവെങ്കടേശൻ മില്ലിന്ന് രാവിലെ വിളിച്ചിരുന്നു. അവരുമായിട്ട് ഇപ്പൊ നമുക്കൊരു ഡീലൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചിരുന്നു അത്രേ. വീണ്ടും ഓർഡർ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു അത്രേ. ആ മില്ലുകാരുടെ ഡ്രസ് മെറ്റീരിയൽസ് ക്വാളിറ്റി കുറവായതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ഇടപാടുകൾ വേണ്ടെന്ന് വെച്ചതല്ലേ. പിന്നെ ആര് വിളിച്ചെന്നാ? അത് വെറുതെയാ. വീണ്ടും നുഴഞ്ഞു കയറാനുള്ള ശ്രമോ? ടെക്സ്റ്റൈൽസിൽ നിന്ന് അവർക്ക് കോള് പോയി എന്നുള്ളത് സത്യം മാഡം. കാർത്തിക മേഡ അതിന് പിന്നിൽ. ഓ, തിരുവെങ്കടേശൻ മില്ലുകാർ ഇന്നലെ കമ്മീഷൻ കൊടുക്കുന്നുള്ള ഓഫറുമായി ഏതൊരു ഏജന്റ് കാർത്തിക മേഡത്തെ കണ്ടിരുന്നു. അത് ശരി. നന്ദന മേഡം അറിയാതെ മേഡത്തിന് തലയ്ക്ക് മുകളിലൂടെ ഇടപാട് ഉറപ്പിക്കാൻ അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഞാൻ അറിയുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ ഇടപാട് സത്യസന്ധമല്ല. ആ കമ്പനി സ്ട്രെയിറ്റ് ഫോർവേഡും അല്ല. അതിന്റെ ദോഷഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറെ തുണിത്തരങ്ങൾ കൊണ്ടുവച്ച ക്ഷീണം തട്ടുന്നത് കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ ഗുഡ്വില്ലിനാ. അല്ല, ഇനിയും മില്ലിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറയണം മാഡം? ഇപ്പൊ ഇതൊരു ഇഷ്യൂ ആക്കണ്ട. അതിന് പറ്റിയ സമയമല്ല. അതുകൊണ്ട് ഓർഡറിന്റെ കാര്യം പിന്നീട് സംസാരിക്കുന്ന അവരോട് പറഞ്ഞാൽ മതി. ശരി. ഈ ആഴ്ച ടെക്സ്റ്റൈൽസിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഇന്ന് പോവാം മാഡം. ഫസ്റ്റ് ഫ്ലോറിൽ ചില മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് നോക്കാം. പോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോട്ടെ മാഡം? ചെയ്തോളൂ. ശരി മാഡം. സജീവ്, ആ, വീട്ടിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു രോഗിയുള്ളതല്ലേ? ഹരിപ്രസാദിന് ജോലിക്ക് പോകാറായിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിപ്പാ. Yeah.